പൊങ്കലിൻ്റെ വെക്കേഷൻ, അതായത് പൊങ്കലിൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലൊക്കെ പോയി തിരിച്ച് വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ മാതാപിതാക്കളെ മിസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ മിസ് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം ചെടികളായിരിക്കും അല്ലേ. ചെടി പ്രേമികളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്താ വെച്ച് ഇന്ന് എൻ്റെ പുറത്ത് ഗാർഡനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ള ചെടികളെ പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചതിന് ശേഷമാണ് ഇവിടെ വെയിലൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ വെയിലിന് ശേഷം നമ്മൾ കളക്ട് ചെയ്ത ചെടികളാണ് കേട്ടോ ഇതൊക്കെ. കണ്ടോ, ഈ ചെടികൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ്ങിലും ഇവിടെ താഴെയും ഒക്കെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നമുക്കൊക്കെ അറിയുന്ന കേട്ടോ, വാടാമല്ലി എന്ന് പറയൂല്ലേ. നല്ല ഭംഗിയാണ്, പർപ്പിൾ കളറിൽ. നമ്മൾ ഓണത്തിനൊക്കെ ചെടിയിൽ നമ്മൾ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെടിയിൽ നിന്ന് പറിക്കുന്ന ചെണ്ടുമല്ലിയുടെ കൂടെയൊക്കെ ഉണ്ടാവുന്ന ഒന്ന് കേട്ടോ. ഇതൊത്തിരി ഒരു ചെടിയിൽ തന്നെ ഒത്തിരി, ഇപ്പോഴത്തെ ഒരു ചെടിയാണ്, അതിലൊത്തിരി പൂവുണ്ടാവും. പിന്നെ നമ്മളിതിന് ഒത്തിരി കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൈകുന്നേരം ചെടി നനയ്ക്കണേന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് വിട്ടാൽ മതി. അത് പിന്നെ ഇതിൽ നിന്ന് ആ ചെടി ഉണങ്ങിപ്പോയി അതിൽ നിന്ന് വിത്തുണ്ടായ തന്നെ പിന്നെ ഒത്തിരി ചെടികളുണ്ടായി അങ്ങനെ മുളച്ച് വന്നോളൂ കേട്ടോ. ഇത് അഡിനിയം ചെടികളിലൊന്നാണ്. ഇപ്പോൾ ഇത് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മുകളിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എടുത്തു വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെണ്ടുമല്ലി ഉണ്ട് കണ്ടോ. ഇതൊരു ഒത്തിരി കട്ടിയൊന്നുമില്ല, കൊണ്ട ചെണ്ടുമല്ലി ഒന്നും, നമ്മുടെ നാടൻ ചെണ്ടുമല്ലിയാണ്. ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയി. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടെ ഞങ്ങൾ മാങ്ങാനാറി പറയുന്നത് കോസ്മസ് എന്നാ, അങ്ങനെ എന്തോ ആണ് പേര്. ഞങ്ങൾ മാങ്ങാനാറി എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഇലയ്ക്കൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ടായിരിക്കും മാങ്ങാനാറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആമ്പലാണ്, ബുൾസൈ എന്ന് പറഞ്ഞിട്ടുള്ള ആമ്പൽ. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന, എപ്പോഴും പൂക്കൾ തരുന്ന, ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂവൊക്കെ ഒന്നിച്ച് വിരിയുന്ന ബുൾസൈ ആണ് കേട്ടോ. ഒത്തിരി കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. 365 ദിവസവും പൂ തരുന്ന ബുൾസൈ. അടുത്തത് കോഴിച്ചൂട്ടാന്ന് ഞങ്ങൾ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതല്ല. കണ്ടോ, നല്ല റെഡ് കളറിൽ ശരിക്കും വെൽവെറ്റ് ഫിനിഷാണ്. ഇങ്ങനെ തൊട്ട ശരിക്കും വെൽവെറ്റിൽ തൊടുന്ന ഫീലുള്ള കോഴിച്ചൂട്ടാട്ടോ. ശരിക്കും ഇതിന് വേറെ എന്തോ സയൻറ്റിഫിക് ആയിട്ടുള്ള പേരൊക്കെ ഉണ്ട്, നമ്മളങ്ങനെ പറയുന്നത്. കണ്ടോ, അങ്ങനെ ഒക്കെ നിറച്ച് പൂവായി നിൽക്കുവാണ്. കണ്ടോ, വെയിലുള്ള സമയത്താണ് ഈ ചെടികൾ നന്നായി പൂക്കുക. ഇത് ശരിക്കും ഒരു കാട്ടു ചെടിയാണ് കേട്ടോ, പക്ഷേ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് അമ്മ എവിടുന്നോ ചെറിയൊരു തണ്ട്, ചെറിയത് എത്ര പോകുന്നൊരു തണ്ട് പറിച്ചിട്ട് വന്നിട്ട് നട്ടതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സൂപ്പറായി വളരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെത്തിയുണ്ട്, ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുള്ള, അവിടെയൊക്കെ മൊട്ടായി നിൽക്കുന്നുണ്ട് തെച്ചിയുടെ. ഇത് പിന്നെ നമ്മുടെ ചെമ്പരത്തിയാണ്, നാടൻ റോസ് കളറിലുള്ള ചെമ്പരത്തി. ഇന്ന് പൂ വിരിഞ്ഞിട്ടില്ല, ഈ മുട്ട് നാളെ വിരിയാനുള്ള മുട്ടാണ്. ഇത് കാക്കപ്പൂ കണ്ടോ, നീല കളറിലുള്ള കാക്കപ്പൂ. കാക്കപ്പൂവിന് ഒത്തിരി നമുക്ക് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷെ നല്ല വെള്ളം ആവശ്യമുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ നന്നായി കാട് പിടിച്ച പോലെ വളരും കേട്ടോ. ഇവിടെ റോസ് ഉണ്ട്, ഇതൊക്കെ വെട്ടിവിടാൻ സമയം, ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇത് മുറിച്ച് വിടാൻ പറ്റാണ്ടിരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഒരു മുട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കടലാസ് ചെടി കണ്ടോ, നല്ല പീച്ച് കളറിലുള്ള കടലാസ് ചെടി കേട്ടോ. പീച്ച് കളറിലുള്ള ചെടികൾ അല്ലെങ്കിൽ പൂക്കൾ നല്ല കുറവല്ലേ. ഇതൊക്കെ പൂവൊക്കെ പൊഴിഞ്ഞു വേറായി, പക്ഷെ ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ, നല്ല പീച്ച് കളറാട്ടോ. നല്ല രസമാണ്. ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ കാലമാണല്ലോ. ഇത് പിന്നെ 10 മണിയാണ്. ഇതിലിപ്പോൾ പൂവൊന്നുമില്ല, പൂവൊക്കെ ആയി വരുന്നുള്ളൂ. ഇതവിടെ ഉണ്ട് 2-3 പൂക്കൾ കണ്ടോ, മഞ്ഞ കളറിൽ. ഇത് റോസാണ് കേട്ടോ, അത് കട്ട് ചെയ്ത് വിടാനുള്ള സമയമായി കണ്ടോ. ഇതൊരു മൊട്ടാണ്, വിരിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മാറ്റി നട്ട കടലാസ് ചെടി കണ്ടോ, നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കൊലയായിട്ട് ഇങ്ങനെ തുമ്പത്തിങ്ങനെ കൊലയായിട്ട്. ഇത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല പൂക്കൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ പൂവുള്ളത് കൊണ്ട് പ്രൂൺ ചെയ്യാണ്ട് ഇങ്ങനെ നിർത്തിയേക്കുവാണ്.
നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പിടിച്ച് കിട്ടിയത് അത് ഇതൊക്കെ പുതിയ കമ്പുകൾ വന്നതാണ് കണ്ടോ. അതിൽ നിറയെ പൂ വരുന്നുണ്ടോ. അടുത്ത നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ്, റെഡ് കളർ റോസ് ഉണ്ടോ. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസാണ് കേട്ടോ. ഇത് കുറച്ച് കാലപ്പഴക്കമുള്ള റോസാണ്, എങ്കിലും എപ്പോഴും പൂവൊക്കെ തരാറുണ്ട് കണ്ടോ. അതിൽ തന്നെയാണ് നമ്മൾ ഈ 10 മണി വെച്ചേക്കുന്നത് കണ്ടോ. ഇതിവിടെ ഒരു യെല്ലോ കളറും ഇതിവിടെ ഒരു പിങ്ക് ഉണ്ട് കണ്ടോ. 10 മണി ഒന്നിച്ചിങ്ങനെ വിരിഞ്ഞ് വെക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾ ഉണ്ടോ. ഇതിന് ശരിക്കും ശവന്നാറി ചെടി എന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു അരോചകമായി തോന്നിയാലും ഈ ചെടിക്കില്ലേ ഇതിനധികം ഇല്ല, പക്ഷെ നമ്മുടെ ഇതിൻ്റെ നാടൻ ചെടിക്കൊരു ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു എല്ലാവരും ശവന്നാറി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇനിയൊരു പേര് നിത്യ കല്യാണി എന്നാണ്. നമുക്ക് സ്റ്റൈലിഷായിട്ട് ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ വിൻഗ റോസ് എന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും പേര് വിൻഗ റോസ് എന്നാണ് ഇംഗ്ലീഷിൽ. പക്ഷേ നമ്മുടെ ഇവിടെ നിത്യ കല്യാണി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ അവിടെ എന്താണോ പറയുന്നത് എന്നുള്ളതൊരു കമൻറ്റ് ചെയ്തിട്ട് കണ്ടോ. ഇതും ശരിക്കും വെൽവെറ്റ് ഫിനിഷാണ്. കണ്ട വെൽവെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പൂവാണെന്ന് നമുക്ക് തോന്നുള്ളൂ കണ്ട. നല്ല രസമാണ്. ഇത് ഇതേപോലെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ചെറിയ എത്രയും പോകുന്നൊരു തണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് ബൊഗൈൻവില്ല. ഇത് നമ്മളിപ്പോൾ മാറ്റി നട്ടുകൊണ്ട് പോവൊന്നുമില്ല. മഹാറ എന്നുള്ള വെറൈറ്റിയുടെ ബൊഗൈൻവില്ല കേട്ടോ. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ബൊഗൈൻവില്ലയാണ്. എന്താണ്ടോ വൈറ്റ് ബൊഗൈൻവില്ല. ഇതുണ്ട് ഈ തളിരൊക്കെ പുതിയത് വന്നതാട്ടോ. നമ്മൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്നതാട്ടോ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നാണ് അത് റിപ്പോർട്ട് ചെയ്ത് കണ്ടോ. തളിര് വന്നു. ഇതുണ്ട് ഇതൊക്കെ പൂ വരുന്നത് കണ്ടോ. ഈ ചെറിയ ഇല പോലെയുള്ളതൊക്കെ ഇനി അത് വെള്ള കളറാവും. പൂവാവാൻ വേണ്ടിയിട്ട് വെള്ള കളറാവും. പിന്നെ ഇവിടെ വാടാമല്ലി ഉണ്ട്. പിന്നെ ഉണ്ട് കാട്ടിൽ പോയിട്ടൊരു കമൽ ചെടി ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെ വിത്ത് വീണിട്ട് അവിടെ തന്നെ ഉണ്ടായതാട്ടോ. അപ്പോൾ ഞങ്ങൾ മാറ്റി നട്ടില്ല. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ പറഞ്ഞിട്ട്. പിന്നെ ഇത് ജമന്തി. നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജമന്തികളൊക്കെ പൂക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. നാടൻ ജമന്തിയാണ്. പിന്നെ ഇവിടെ റോസ് ഉണ്ട്. അതിൽ പൂവായിട്ടില്ല. പൂവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇപ്പോൾ മുളച്ച് വരുന്നുള്ളൂ. ഇത് നമ്മുടെ ബഡ് റോസാണ്. മുന്നേ വീഡിയോകളിലൊക്കെ കാണിച്ചൊരു ബഡ് റോസാണ്. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ അത് കട്ട് ചെയ്ത് വിടാറായിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. ഇതുകൊണ്ടല്ല നമ്മൾ കത്രികയും കൊണ്ടോ കത്തിയും കൊണ്ടൊക്കെ കട്ട് ചെയ്ത് വിടണം കേട്ടോ. പിന്നെ സ്പെഷ്യൽ ഒന്ന് വേണ്ട, നല്ല രസമില്ല. ഇത് മാറ്റി നടന്ന സമയമായതാ. വെള്ള കളർ വിൻക, ഇത് പിങ്ക് കളർ, ഒരു ഡാർക്ക് പിങ്കാണ്. ഇത് നല്ലൊരു റെഡ് കളർ കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയോ, വിൻക ഇത് താഴത്തോട്ട് നിൽക്കുന്ന എന്താ മുകളിലോട്ട് വരാത്ത എന്താണെന്ന് നമ്മൾ ചിന്തിക്കില്ല. ഇത് ഹാങ്ങിങ് വിൻകയാണ്. ഹാങ്ങിങ് പോട്ടിലാണ് നട്ടേക്കുന്നത്. നമ്മൾ ചെറിയ ചെടിയായിരുന്നപ്പോൾ ഇത് നട്ടാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കേണ്ട സമയമായി. ഇത് മാറ്റിയിട്ട് നമ്മൾ ഹാങ്ങിങ്ങിൽ തൂക്കി നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ തൂക്കിയാൽ ഇത് താഴത്തോട്ട്, ഇത് കണ്ടോ, ഇത് ചട്ടി ഇവിടെയാണ്, ഇവിടെ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ വളർന്നോളും. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ, ഹൈബ്രിഡാണ്. ഹാങ്ങിങ് വിൻക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇത് 10 മണിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മുന്ന് വീടുകളിലൊക്കെ തരംഗമായ പെറ്റൂണിയ. കണ്ടോ, കുറേ കളേഴ്സ്, 2-3 ചെടികൾ ഒന്നിച്ചുണ്ട്. അപ്പോൾ അതിൽ ഒന്നിച്ച് വളരുവാണ്. ഇത് നമ്മുടെ കടലാസ് ചെടിയാണ് കേട്ടോ. ഇലകളിലെ വർണ്ണം കണ്ടോ, ഒരു വെള്ള കളറിൽ വരുന്നത്. എന്താ ഇങ്ങനെയെന്ന് ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട്. അതാണ് വെരിഗേറ്റഡ് ലീഫുള്ള കടലാസ് ചെടി. ഇപ്പോൾ എല്ലാത്തിനും വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇതൊരു ഓറഞ്ച് കളർ പൂവാണ്, അതിൽ വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്നതാണ്. അടുത്തത് നമ്മുടെ ഇതുണ്ടോ, ഇതാണ് പെറ്റൂണിയ. നമ്മുടെ സുന്ദരി പെറ്റൂണികളാണ്. എന്ത് രസമാണെന്നറിയോ, ഓരോ കണ്ടോ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെ. കടലാസ് ചെടിയാണെന്ന് വിചാരിക്കും, കടലാസും കൊണ്ട് ഉണ്ടാക്കിയ ചെടിയാണെന്ന് വിചാരിക്കും നമ്മൾ. കണ്ടോ നല്ല രസമല്ലേ. കണ്ടോ പർപ്പിൾ കളറിൽ വൈറ്റിൽ ഇത് പർപ്പിൾ കളർ വന്നേക്കുക. ഇത് കണ്ടോ പിങ്കിൽ വൈറ്റ് സ്ട്രൈപ്സ് വന്നേക്കുക. ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കണ്ടോ പിങ്കിഷ് കളറ്. ഇവിടെ അതേപോലെ ഇത് 2-3 ചെടി ഒന്നിച്ചുള്ളത് കൊണ്ടാട്ടോ ഇത് ഒന്നിച്ച് കണ്ടോ ഓരോരോ കളറായിട്ട് വന്നേക്കുന്നത് കണ്ടോ.
നല്ല രസമാണ്. ഒത്തിരി കെയറൊന്നും ആവശ്യമില്ല, പക്ഷേ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ വാടിയിരിക്കും കേട്ടോ. അതിപ്പോൾ ഇന്നലെ വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ചൊരിതുണ്ട്, എങ്കിലും നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കണേ. ഇത് കണ്ടോ, ചെമ്പരത്തിയാണ്, നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. നിറയെ മുട്ടുകളുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല രസത്തിൽ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ബോൾസം എന്നൊക്കെ പറയില്ലേ, ആ ചെടിയാണ്. ബോൾസ് എനിക്ക് എപ്പോഴും പിടിച്ച് കിട്ടുന്നത് വിരളാണ്. അപ്പോൾ ഇത് പിടിച്ച് കിട്ടിയിട്ട് ഫസ്റ്റ് ഇത് നമ്മൾ തണ്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഒരു പ്ലെയിൻ കളർ, ഈ പിങ്ക് കളറായിരുന്നു മൊത്തം. പിന്നെ ഇത് വളർന്ന് വന്നിട്ട് ഇപ്പോൾ അതിൽ വെള്ളപ്പുള്ളികളോട് കൂടി കണ്ടോ. നമ്മുടെ എല്ലാം ഏകദേശം പർപ്പിൾ കളറാണുള്ളത് നമുക്ക് ഇവിടെ. ഇതാ, ഇത് നമ്മുടെ കടലാസ് ചെടിയാണ് കണ്ടോ, ബൊഗൈൻ വില്ല. അതിൻ്റെ ബൊഗൈൻ വില്ല കാലല്ല, ഇതുണ്ടോ, അതൊരു ബൊക്കെ പോലെ ഉണ്ട് കണ്ടോ. നല്ല ഭംഗിയിൽ കാണുമ്പോൾ ഒരു സൂപ്പറാണ് കേട്ടോ. ഇത് വേറൊരിത്, ഇവിടെ വേറൊരു കിളർപ്പുണ്ട്. ഇവിടെ ഈ ചെറിയ ഇതുണ്ട്, ഇതൊരു ചെറിയ കമ്പ്, എൻ്റെ കയ്യോളം ഉള്ളു കമ്പ്, ഇത്രയേ ഉള്ളൂ. ആ കമ്പ് ഫുള്ള് വളർന്നിങ്ങനെ നിൽക്കുവാണ് പൂവ്. ഇത് നമ്മുടെ അടുത്തത് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, മഹാറ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ, ഈ മഹാറ പീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഉണ്ടോ, നല്ല രസമല്ലേ. ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് പൂവ് മുറിച്ച് കളഞ്ഞാണ് കാണുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ ഇവിടെ കണ്ടോ, നിറയെ പൂവ് വരുന്നത്. കടലാസ് ചെടിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പൂവ് ഇങ്ങനെ വന്നതിന് ശേഷം ഇതുണ്ടോ, ഇത് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മുറിച്ച് കളയണം. ഈ ചെടി മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുത്ത് പൂവ് ഇട്ടിട്ട് നല്ല പൂക്കാലം തരും. ഇത് ഇത്രയും പറയാൻ നമുക്ക് വിഷമമൊക്കെ തോന്നും, പക്ഷേ ഇത് ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാലാണ് അടുത്ത തണ്ടിൽ നിറയെ പൂവായിട്ട് വരുള്ളൂ. സൂപ്പറായിട്ടില്ലേ. പിന്നെ ഇവിടെ നമ്മുടെ ഇത് കണ്ടോ, ഇതും വാടാമല്ലി. ഇത് ശരിക്കും അതിൻ്റെ പേര് പോലെ തന്നെ ഇത് നമ്മളിങ്ങനെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ വാടത്തൊന്നുമില്ല, കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ടായിരിക്കും വാടാമല്ലി എന്ന് പറഞ്ഞിട്ട് പേര് തരുന്നത്. പിന്നെ ഇവിടെ നമ്മളന്ന് വീഡിയോയിലിട്ട വെരിഗേറ്റഡ് ലീഫുള്ള മെലസ്റ്റോമ നിറയെ പൂ വരാൻ തുടങ്ങി കണ്ടോ. ഇനി ഇത്തിരിയും കൂടെ വലുതാകെ പൂക്കളുടെ എണ്ണം ഒത്തിരി കൂടും. ഇത് ചെണ്ടുമല്ലിയാണ് കേട്ടോ, കൊണ്ട ചെണ്ടുമല്ലി. നമ്മൾ ഓണത്തിനൊക്കെ പൂവിടില്ലേ, അങ്ങനത്തെ ചെണ്ടുമല്ലി കണ്ടോ. ഇത് എങ്ങനെയോ വിത്ത് വീണ് മുളച്ച് വന്നതാണ് കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ വിത്ത് വാങ്ങിയപ്പോൾ അങ്ങനെ മുളച്ച് വന്നെങ്ങാണ്ടാണ്. അപ്പോൾ മുളച്ച് വന്നപ്പോൾ അത് കളയാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നിറയെ പൂവുണ്ട് കണ്ടോ, നല്ല രസമാണ്. ഇത് കണ്ടോ, അത്രയും പൂക്കാലം തീർത്തേക്കുന്ന മെലസ്റ്റോമ, വയലറ്റ് കളറിൽ നമ്മളെയൊക്കെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ ഇങ്ങനെ വിഹരിച്ചിരിക്കുന്ന മെലസ്റ്റോമ, നല്ല രസമാണ് കണ്ടോ. ഒരു ചെടി ഫുള്ള് പൂവാ, പറയാം ഒരു 2 അടി ഹൈറ്റൊക്കെ ഉള്ളൂ, പക്ഷേ ഫുള്ളിങ്ങനെ വിടർന്നിട്ട് മൊത്തം പൂവാണ്. മെലസ്റ്റോമയുടെ വേര് പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അപ്പോൾ ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിലൊക്കെ അത് ഇടുന്നതായിരിക്കും. ഇതും നമ്മുടെ കടലാസ് ചെടിയാണ് കേട്ടോ, ബൊഗൈൻ വില്ല. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ചെടിയാണ്ടോ, പക്ഷെ മൊത്തം പൂത്തിട്ട് ഇതിപ്പോൾ പൂത്തിട്ട് ഇത് കൊഴിയാറായി, നല്ല കളറൊക്കെ ഫെയ്ഡായി. പക്ഷേ ഇത് പുതിയതാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ കണ്ടോ, നല്ല ഭംഗിയായിട്ട് കാണാൻ. ആക്കപ്പൂവിൽ തന്നെ ബ്ലൂ കാണിച്ചില്ലേ, അതിൻ്റെ പിങ്കാണ് കേട്ടോ, പിങ്കോ അല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെ ചേർന്നത്. നമ്മുടെ വീട്ടിൽ ഇവിടെ ഉള്ള ചെടികളിൽ അധികം എല്ലാം പർപ്പിൾ കളറായിരിക്കും കേട്ടോ. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയതല്ലാണ്, നമ്മൾ വേണം വെച്ചിട്ട് വാങ്ങി വെച്ചതൊന്നുമല്ല കണ്ടോ. കാക്കപ്പൂവ് ഇത് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കാശിത്തുമ്പ് അല്ലെങ്കിൽ ബോൾസ് എന്നൊക്കെയാണ് പറയണത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. റെഡ് കളറിലുള്ള കാശിത്തുമ്പ കേട്ടോ, നല്ല ഡാർക്ക് റെഡാണ്. ഇതിൻ്റെ വിത്ത് കണ്ടതായിരുന്നോ, ഇതിൻ്റെ വിത്താണ്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് അമർത്തിയ മൂത്ത വിത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ പൊട്ടിപ്പോവും, കടുക് പോലെ അത് താഴത്തോട്ട് പോയി കണ്ടോ, കടുക് പോലെ ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ മണ്ണിൽ പായി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ച് വരുവേ. പിന്നെ ഇവിടെ നിത്യകല്യാണി ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കാക്കപ്പൂവും ഇതാ ജമന്തിയൊക്കെ ഉണ്ട് കേട്ടോ. ജമന്തിയൊക്കെ നിറയെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടോ, ഈ ചെടികളാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. വൈകുന്നേരം ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടികളുടെ പരിപാലനവും അവരെ നടലും പിന്നെ ഇതേപോലെ വീഡിയോ എടുക്കലും ഒക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയം പോക്കെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളും അതിലെ ഓരോ കണ്ടൻറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ മുന്നോട്ട് എൻ്റെ പ്രയാണം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനൊക്കെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബായ്.